ഭൗതിക ലോകത്തിന്റെ സുഖാഡംബരങ്ങളുടെ പിന്നാലെ ഞാനും നിങ്ങളും നടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. അങ്ങ് അനുവാദം തന്നാ മതിയല്ലോ. അങ്ങയുടെ ഈ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണ്. എത്രയോ രാജാക്കന്മാർ സുഖലോൽപതയിൽ അന്തിയുറങ്ങുമ്പോൾ, നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകരായ അങ്ങെന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം, എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാൻ തയ്യാറാണ്. അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടമാ നബിയേ, അത്രയ്ക്ക് ഞങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമാ റസൂലേ. അള്ളാഹുവിൻ്റെ പ്രവാചകരോട് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ പരിശുദ്ധമായ ചെമ്മട്ടിലാ മക്കാമിൻ്റെ സ്വലാത്തിൻ്റെ വാർഷികത്തിൻ്റെ സമാപന ദിവസം ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അലാ തർളാ അൻ തകൂന ലനൽ ആഖിറ. ഉമറേ, എത്ര പ്രയാസങ്ങൾ കടന്നു വന്നാലോ, എത്ര പ്രതിസന്ധികൾ കടന്നു വന്നാലോ, എത്ര പരിഹാസങ്ങൾ പേമാരി പോലെ കടന്നു വന്നാലോ, നാളെ അള്ളാന്റെ പരലോകത്ത് കടന്നു ചെല്ലുന്നൊരു ദിവസമുണ്ടല്ലോ, പരിഭ്രാന്തിയുടെ പരലോകത്ത് കടന്നു ചെല്ലുന്നൊരു സമയമുണ്ടല്ലോ. ആ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ നാളെ സ്വർഗത്തിന്റെ കവാടങ്ങൾ നമുക്ക് തുറന്നു തരുമ്പോ അതല്ലേ ഏറ്റവും നല്ലത് ഉമറേ. മിനൽ ഖതാബ വലഹുമുദ് ദുനിയാ. അവർക്ക് ദുനിയാവ് മാത്രമേ ഉള്ളുവല്ലോ. അവർ എത്ര സന്തോഷിച്ചാലോ, എത്രത്തോളം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നാലോ, എത്ര വലിയ സൗകര്യത്തിന്റെ പളപളപ്പിൽ കിടന്നുകൊണ്ട് ആറമാദിച്ചാലോ അവർക്ക് ദുനിയാവ് മാത്രമേ ഉള്ളൂ. വലനൽ ആഖിറ. നമുക്ക് അല്ലാഹു പരലോകം തരുമല്ലോ. കുഞ്ഞുമംഗലത്തെ ചെറുപ്പക്കാരാ, നിനക്ക് പറയാൻ പറ്റൂ നാളെ പരലോകത്ത് അല്ലാഹു സമാധാനം തരുമെന്ന് പറയാൻ പറ്റൂ? അള്ളാന്റെ സ്വർഗം നേടാൻ എന്താ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്? എന്ത് നന്മയാണ് നമുക്ക് അവകാശപ്പെടാനുള്ളത്?